അമ്മേ നാരായണ, ദേവി നാരായണ. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിന്റെ ഹൃദയഭൂമിയിലുള്ള തൃശൂർ ജില്ല സാംസ്കാരികമായും മതപരമായും സമൃദ്ധമായൊരു പ്രദേശമാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ ലോകാംബിക ക്ഷേത്രം ചരിത്രപരമായും ആത്മീയപരമായും പ്രത്യേകതകൾ ഒരുപാടുള്ള ഒരു മഹത്തായ ദേവാലയമാണ്. ഈ ക്ഷേത്രം ഭഗവതിയുടെ മൂലകേന്ദ്രമായി നിലനിൽക്കുന്നു. ഒരു പുരാതന പുണ്യസ്ഥലമായ പാരമ്പര്യത്തിന്റെയും അടിസ്ഥാനവും കാട്ടുന്നു. ആരാധനയുടെ ആധികാരികമായ ആചാരങ്ങൾ, നന്മയുടെ ദിവ്യാധിഷ്ഠാനം എന്ന നിലയിൽ ഈ സ്ഥലം ശാക്തീയ വിശ്വാസികളുടെ ആത്മീയ യാത്രയ്ക്കുള്ള ആമുഖമായി മാറുന്നു. ദേവീഭക്തന്മാർ ഈ ക്ഷേത്രത്തെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വന്ധ്യമായ ഇടമായാണ് കണക്കാക്കുന്നത്. ഏതു ഭക്തരും ആത്മീയ സമാധാനവും ദിവ്യാനുഭവങ്ങളും നേടാനായി ഇവിടെ എത്തുന്നു. പാരമ്പര്യവും പുരാതന മതവിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ആഴത്തിലുള്ള സംരക്ഷണത്തിനും പരിപാലനത്തിനുമുള്ള വഴിയാണ്. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം കൃപയും അനുഗ്രഹവും പ്രചോദനം പ്രദാനം ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഒരു ഉദാഹരണമായി ദർശനാനുഭവങ്ങളെ മാത്രമല്ല, ദേവിയുടെ ആസ്തികമായ ശക്തിയെ കാലാതീതമായി അനുഭവപ്പെടുത്തുന്നു. കൊടുങ്ങല്ലൂർ കേരളത്തിന്റെ പ്രസിദ്ധമായൊരു പുണ്യഭൂമി, ദിവ്യമായ മതപരമായ ചരിത്രത്തിന്റെ അടിസ്ഥാനമാണ്. ഇവിടെയാണ് കേരളത്തിൽ ആദ്യമായി ഭദ്രകാളി എന്ന ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദേവിയെ പ്രതിഷ്ഠിത ചെയ്തിടം. അവളുടെ ദിവ്യശക്തിയും സാന്നിധ്യവുമാണ് ഇന്ന് അനേകം മതവിശ്വാസികളുടെയും ദൈവിക അനുഭവങ്ങളുടെയും അഭിമുഖമായിട്ടാണ് അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അനേകം പ്രത്യേക വൈശാല്യങ്ങളും ഭക്തിഭാവങ്ങളും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും തുടക്കം കണ്ടു. ദേവിയുടെ ആഹ്വാനം ഏറ്റുവാങ്ങിയ പവിത്ര വാതാവരണങ്ങളും ദ്രവ്യങ്ങളും പാരമ്പര്യമായ ആരാധനകളും കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ദിവ്യജ്ഞാനമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ കേരളത്തിലെ 64 കാളിക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്നതിന് അനേകം ആധികാരികമായ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനവുമുണ്ട്. ഈ ക്ഷേത്രം വിശാലമായ ചരിത്രവും ആത്മീയ പാരമ്പര്യവും ദൈവിക ശക്തിയുടെയും അനുഗ്രഹത്തിന്റെയും സാക്ഷ്യമായിട്ടുള്ളതായി എല്ലാവരുടെയും മനസ്സിൽ ഇടം കൊള്ളുന്നു. ഈ അനുഗ്രഹീത പുണ്യഭൂമിയിൽ നിന്നാണ് അനേകം ക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളും ദക്ഷിണേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിച്ചുവെന്നും അറിയപ്പെടുന്നു. ശക്തിവിശ്വാസത്തിന്റെ ഉദാത്തമായ ദേവി ഇവിടെ ചരിത്രവും ആചാരവും ദൈവിക ശക്തിയുടെ പാരമ്പര്യത്തിന്റെയും ആധികാരിക ചിഹ്നമായി നിലനിൽക്കുന്നു. കൊടുങ്ങല്ലൂരമ്മ എന്ന ദിവ്യശക്തിയുടെ സാന്നിധ്യം ശാക്തീയ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഊർജ്ജസ്വലമായൊരു സ്ഥാനമുണ്ട്. ഈ ദേശത്തിന്റെ പാരമ്പര്യത്തിൽ ഈ ക്ഷേത്രം ഒരു നിർണായക സ്ഥാനം പ്രദാനം ചെയ്യുന്നു. ശിവഭഗവാനെയും സപ്തമാതാക്കളെയും ദേവിയുടെ ആരാധനയിൽ ഉത്തമമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ദിവ്യപ്രതിഷ്ഠകൾ നടത്തപ്പെട്ടത്. എങ്കിലും ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമല്ല, മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിൽ തന്നെ പരമപ്രശസ്തമാണ്. ഭഗവതിയുടെ ശക്തി, അനന്തമായ പ്രാധാന്യവും ശക്തി സിദ്ധാന്തത്തിന്റെ ആഗ്രഹവും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെയും ആത്മീയ പാരമ്പര്യത്തെയും ആഴത്തിൽ ആവിഷ്കരിക്കുന്നു. ഭഗവതി എന്ന ദേവിയുടെ ആരാധന അവിടുത്തെ വിശ്വാസികളുടെയും ആരാധകരുടെയും ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായി മാറി അന്താരാഷ്ട്ര പ്രഭാവം ചെലുത്തുന്ന വിശാലമായ ഒരു ദിവ്യസ്ഥലമായി മാറിയിരിക്കുന്നു. കൊടുങ്ങല്ലൂർ അതിന്റെ അനശ്വരമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും അവിടെ ആത്മീയ സന്ദർശനത്തിനായി ലോകമെമ്പാടുമുള്ള ഭക്തരെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന സ്ഥലമായിരിക്കുന്നു. അനശ്വരമായ പുണ്യസ്ഥലമായ ഈ ക്ഷേത്രത്തിൽ 1000-ലധികം വർഷങ്ങളായി ശ്രീചക്രന്റെ പ്രതിഷ്ഠ നടത്തപ്പെടുന്നുണ്ട്. ആഗോള മതങ്ങളും സംസ്കാരങ്ങളും അടങ്ങിയ ഈ ആർദ്ധാംഗിക സ്ഥലം ആദ്യകാലത്തിൽ പ്രാചീനമായ ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഓർമ്മകളായി നിലനിൽക്കുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്ത 5 ശ്രീചക്രങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഓരോ ശ്രീചക്രവും അതിന്റെ ദിവ്യശക്തിയും അനശ്വരമായ അനുഗ്രഹവും പ്രതിപാദിക്കുന്നതാണ്. പൗരാണിക കാലങ്ങളിൽ നമുക്കറിയപ്പെടുന്ന ഈ ശ്രേഷ്ഠമായ രൂപങ്ങൾ പാരമ്പര്യത്തിന്റെ ഒരിക്കൽ അഖണ്ഡമായ വിശ്വാസങ്ങൾക്ക് ആധികാരികമായ തെളിവുകളായി മാറുന്നു. ശ്രീചക്ര പ്രതിഷ്ഠയുടെ ആന്തരികമായ അർത്ഥം കലയും അനുഭവവും കൽപ്പിച്ച് വർത്തമാനത്തെ ആഴത്തിൽ അഭ്യസിക്കുന്ന ഒരു ദൈവിക മാർഗത്തിലേക്കുള്ള പ്രേരണയാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിച്ച 4 അംബികാലയങ്ങളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ദിവ്യപ്രദേശം ശക്തി ആരാധനയുടെ പ്രധാന കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് ഭഗവതിയുടെ സാന്നിധ്യം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഊർജ്ജസ്വലമായ പ്രാധാന്യവും നൽകുന്നു. കൊടുങ്ങല്ലൂർ കൂടാതെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം, പാലക്കാട് ഹേമാംബിക ക്ഷേത്രം, കന്യാകുമാരി ബാലാംബിക ക്ഷേത്രം എന്നിവയാണ് കേരളത്തിന്റെ മറ്റ് അംബികാലയങ്ങൾ. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യമായ പൂജാരിമാർ അടികളെന്ന സമുദായക്കാരിൽ നിന്നുള്ളവരാണ്. ഈ പൂജാരിമാർ കുന്നത്ത്, മഠത്തിൽ, നീലത്ത് തുടങ്ങിയ അടികൾ കുടുംബങ്ങളിൽ നിന്നാണ്. അവർ പൂജാധികാരമുള്ളവരായി അറിയപ്പെടുന്നു.
ഇവർ ശാക്തേയ സങ്കല്പമുള്ള പൂജകൾ നടത്തുന്നതിൽ വിശേഷ ശക്തിയുള്ളവരായാണ് പ്രശസ്തി. പൂജാ പാരമ്പര്യത്തിന്റെ അനശ്വരമായ സമ്പ്രദായങ്ങളും ശക്തിയുടെയും ദിവ്യത്തിന്റെ പ്രതീകമായ ശാസ്ത്രപ്രധാനം ഇവരുടെ ആരാധന രീതിയിലും പ്രഭാവം ചെലുത്തുന്നു. ഇവർ ഭഗവതിയുടെ ആരാധന ശക്തിപ്രേരിതമായ ഒരു പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇവർ ഏറ്റുവാങ്ങുന്ന പൂജാ പാരമ്പര്യവും ശക്തിപൂജകളും ദേവിയുടെ ദിവ്യശക്തിയെ ആഗമികമായ വിശ്വാസികളിൽ എത്തിക്കുന്ന വിശ്വശക്തിയായ ഒരു മൂലധാരയായി തുടരുന്നു. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രവും അതിൻ്റെ നിർമ്മാണ ശൈലിയും. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിന്റെ നിർമ്മാണ ശൈലി വളരെ പ്രത്യേകമായും ആധ്യാത്മികമായും മനോഹരമാണ്. വിസ്തീർണം 10 ഏക്കറായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുരാകൃതിയിലുള്ള ചുറ്റമ്പലത്തിൽ തന്നെ ശ്രീകോവിൽ സ്ഥാപിതമായിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ കാണപ്പെടുന്ന നിരവധി അരയാലുകളും പേരാലുകളുമാണ്. അവ ഈ ക്ഷേത്രത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളുമാണ്. നിർമ്മാണശൈലിയുടെ കാര്യത്തിൽ ഈ ക്ഷേത്രം ശിവക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രതിഷ്ഠ ചെയ്യപ്പെട്ടത്. ശിവന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് മണ്ഡപത്തിന്റെ നിർമ്മാണ രീതി. തിടപ്പള്ളി, വലിയ പള്ളിക്കല്ല്, നാലമ്പലം, ആനപ്പന്തൽ, മണ്ഡപം, ബലികൽപുര, ഗണപതി പ്രതിഷ്ഠ, സപ്തമാതൃക്കൽ എന്നിവയും ശിവക്ഷേത്രത്തിലെ ശില്പശാസ്ത്രപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവക്ഷേത്രത്തിന്റെ ശില്പശാസ്ത്രവിധി പാരമ്പര്യപരമായിരുന്നു. ദൈവശക്തിയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഗഹനമായ വിശ്വാസം അവിടെ അനുഷ്ഠിക്കപ്പെടുന്ന എല്ലാ ആചാരങ്ങളിലും കാണാം. തിടപ്പള്ളി, ബലിക്കല്ല്, മണ്ഡപം, ഗണപതി പ്രതിഷ്ഠ എന്നിവ എല്ലാ സാങ്കേതികതകളും ശിവക്ഷേത്രം സംബന്ധിച്ചുള്ള ശാസ്ത്രവും ആരാധന പാരമ്പര്യം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ അന്വേഷണങ്ങളെല്ലാം ശിവനും ഭഗവതിയും തമ്മിലുള്ള ആധ്യാത്മിക ബന്ധത്തെ വിശദമായി പ്രദർശിപ്പിക്കുന്ന ഒരു മനോഹരമായ ദൈവാലയ ശൈലിയായി കൊടുങ്ങല്ലൂർ ക്ഷേത്രം മാറിയിരിക്കുന്നു. പുരാതന കാലം മുതലേ നിലനിൽക്കുന്ന ആലയത്തിന്റെ ശ്രീകോവിലിന് നേർക്കാണ് പൂർവികർ നിർമ്മിച്ച മുഖമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്തെ ശില്പികളുടെ കരവിരുതിൽ തീർത്ത മുഖമണ്ഡപത്തിന്റെയും ബലികൽപുരയുടെയും തട്ട് നവഗ്രഹങ്ങൾ കൊത്തിയുരക്കിയ ഏകശിലയിൽ നിർമ്മിച്ചിരിക്കുന്നു. തറവാട്ടു പാരമ്പര്യത്തിന്റെ തനിവ നിലനിർത്തിക്കൊണ്ട് മണ്ണുത്തരത്തിലും ചുറ്റുത്തരത്തിലും രാമായണ മഹാഭാരത കഥാംശങ്ങൾ വരച്ചു ചേർത്തിരിക്കുന്നു. കൈത്തൊഴിലുകാരുടെ കരവിരുതിൽ തീർത്ത കരിങ്കൽ തൂണുകളിൽ അതിമനോഹരമായ കൊത്തുപണികളും നമുക്ക് ദർശിക്കാവുന്നതാണ്. ശ്രീകോവിലിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രഹസ്യ അറ നമ്മുടെ പൂർവികർ ശ്രീമൂലസ്ഥാനം എന്ന് വിളിച്ചുപോന്ന പവിത്രമായ സ്ഥലമാണ്. ഈ പുണ്യസ്ഥലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു പ്രവേശന കവാടവുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് ഈ കവാടത്തിന്റെ മുഖം ശ്രീകോവിലിലേക്കാണെന്നാണ് പറയപ്പെടുന്നത്. പശ്ചിമ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ കവാടം എക്കാലത്തും ചുവന്ന പട്ടുവസ്ത്രം കൊണ്ട് മറച്ചിരിക്കുകയാണ്. പുരാതന കാലഘട്ടത്തിൽ കേരളത്തിന്റെ പരമാചാര്യനായ പരശുരാമൻ സൃഷ്ടിച്ച മഹാമേരു ചക്രവും ആദിശങ്കര ഭാഗവതർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും കൂടാതെ സംഹാരമൂർത്തിയായ രുദ്രമഹാകാളിയുടെ പ്രതിഷ്ഠയും ഈ പുണ്യസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതായി തറവാട്ടു പാരമ്പര്യത്തിൽ വിശ്വസിച്ചു പോരുന്നു. പൂർവികരുടെ വാസ്തുവിദ്യാ പാരമ്പര്യത്തിന്റെ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ രഹസ്യ അറയ്ക്ക് ശ്രീകോവിലിലേക്ക് മാത്രം ഒരു ക്ഷുദ്രകവാടം കാണപ്പെടുന്നതായി പറയപ്പെടുന്നുണ്ട്. മറ്റു ഭാഗങ്ങൾ കരിങ്കല്ലുകൾ കൊണ്ട് ഭദ്രമായി കെട്ടിയുറപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. പഴമക്കാരുടെ അളവുകൾ പ്രകാരം ഈ കവാടത്തിന് ഏകദേശം 3 അടി പൊക്കവും 2 അടി വീതിയുമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ പവിത്രത നിലനിർത്തിക്കൊണ്ട് കവാടത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ശ്രീകോവിലിനുള്ളിൽ 3 തൃപ്പടികൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ പടികൾ നമ്മുടെ പൂർവികരുടെ ശില്പകലയുടെയും വാസ്തുവിദ്യയുടെയും അനന്യസാധാരണമായ സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. പുരാതന കാലം തൊട്ട് നിലനിൽക്കുന്ന ഈ ദിവ്യക്ഷേത്രത്തിൽ ശിവനാഥന്റെ നടയിലുള്ള മണ്ഡപത്തിന്റെ ഉത്തരദിക്കിൽ നാലമ്പലത്തിനുള്ളിൽ പൂർവാഭിമുഖമായി 2 നിലകളിലായി പള്ളിമാടം സ്ഥിതി ചെയ്യുന്നു. പരമ്പരാഗത ആചാരമനുസരിച്ച് അശ്വതി കാവുതിയുണ്ടൽ കാലത്ത് ക്ഷേത്രനട അടയ്ക്കുന്നത് മുതൽ വീണ്ടും തുറക്കുന്നത് വരെയുള്ള പുണ്യകാലയളവിൽ ഭക്തജനങ്ങൾ തങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും ഈ പവിത്ര പള്ളിമാടത്തിന്റെ സന്നിധിയിലാണ് സമർപ്പിച്ചു പോരുന്നത്. പ്രാചീന കേരളത്തിന്റെ പൈതൃക സമ്പത്തായി നിലകൊള്ളുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ വിശദമായ പരിചയപ്പെടുത്തൽ ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ പൂർവികർ കൈമാറിത്തന്ന ഈ ദിവ്യാലയത്തിന്റെ വാസ്തുശില്പ വൈഭവവും പുരാതന ചരിത്രവും സകല ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുമെന്ന പ്രത്യാശയോടെ ഈ വിവരണം നടത്തുന്നു. തലമുറകളായി കൈമാറി വന്ന ഈ പുണ്യസ്ഥലത്തിന്റെ മഹത്വം, അതിൻ്റെ പരമ്പരാഗത നിർമ്മാണകലയുടെ സവിശേഷതകളും ക്ഷേത്രസങ്കല്പങ്ങളും ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറകൾക്കും പ്രചോദനമായി നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിവരണം അവസാനിക്കുന്നു.